നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്ന ഒട്ടുമിക്ക കേസുകളും ഫാറ്റി ലിവറിൻ്റെയാണ്. ഫാറ്റി ലിവർ 14 ദിവസം 1 മാസം കൊണ്ടൊക്കെയാണ് നമ്മളെപ്പോഴും കുറച്ചെടുക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് ഇത്രയും കുറഞ്ഞ കാലയളവിൽ നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന്. ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫാറ്റി ലിവർ എങ്ങനെയാണ് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ഞാൻ ഡോക്ടർ ആമിന, QNB ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇനി പറയുന്ന ഒരു 7 കാര്യങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനുള്ളത്. അതിൽ ആദ്യം തന്നെ കൃത്യമായിട്ടൊരു ഡീടോക്സ് ഡ്രിങ്ക് നിങ്ങൾ കുടിച്ചിരിക്കുക. ഡീടോക്സിന് വേണ്ടിയുള്ള ഒരു ജ്യൂസാണ് ബീട്രൂട്ട് ജ്യൂസ്. അത് കൃത്യമായി എടുത്തിരിക്കുക. അടുത്തതായിട്ട് കാർബ് കംപ്ലീറ്റ് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു എക്സസൈസ് ഫോളോ ചെയ്യുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. റിഫൈൻഡ് ഓയിൽസിൻ്റെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നത് നിർത്തുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫാറ്റി ലിവർ കംപ്ലീറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് തന്നെ കിട്ടുകയും ചെയ്യും. ഫാറ്റി ലിവറുള്ള ആളുകളിൽ കണ്ടുവരുന്ന കുറച്ച് സിംറ്റംസ് ആണ്. ഫാറ്റി ലിവർ ഉള്ളവർക്ക് വയറ് കൂടി വരാറുണ്ട്. അതുപോലെ തന്നെ ഞരമ്പുകൾ പെടച്ചു വരാറുണ്ട്. അതുപോലെ യെല്ലോയിഷ് കളർ ആവാറുണ്ട്. ജോണ്ടിസ് പോലെ യെല്ലോ കളർ, മഞ്ഞ കളറായിട്ട് വരാറുണ്ട്. അതുപോലെ കാണുന്ന സിംറ്റംസ് ആണ് കൈവെള്ള ചുമന്ന് വരിക. അതുപോലെ തന്നെ പുരുഷന്മാരിൽ മാമറി ഗ്ലാൻസ് അഥവാ ബ്രസ്റ്റ് കൂടുതലായിട്ട് വരിക. ഇത്തരം സിംറ്റംസ് ഒക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പിന്നെ ഇച്ചിങ് ഒക്കെ ചില ആളുകളിൽ കാണിക്കാറുണ്ട്. ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഫാറ്റി ലിവർ ആവാനുള്ള സാധ്യതയുണ്ട്. ഫാറ്റി ലിവർ പെട്ടെന്ന് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ഫാറ്റി ലിവറിൻ്റെ എൻഡിലേക്ക് വരുന്നത് സിറോസിസ് ആണ്. ഫാറ്റി ലിവർ സ്റ്റേജ് 1, 2, 3, 4 അത് കഴിഞ്ഞിട്ടാണ് സിറോസിസിലേക്ക് പോകുന്നത്. ഇൻഫെക്ഷൻ ആയതിനു ശേഷം ഇൻഫെക്ഷൻ കൂടി സിറോസിസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജ് 1 എന്നൊക്കെ പറയുന്നത് നമുക്ക് ഗ്രേഡ് 1 എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ്. പിന്നെ 2, 3 ഒക്കെ ആകുമ്പോൾ പിന്നെ റിവേഴ്സ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ സ്റ്റേജ് 1 തന്നെ മിക്കുള്ള ആളുകളും കാണാറുണ്ട്, അറിയാറുണ്ട്. അൾട്രാസൗണ്ട് വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ തന്നെ ഇത് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഫാറ്റി ലിവർ എല്ലാവർക്കും അറിയാം. ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ആൽക്കഹോളിസം ഉള്ളവരിലാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഫാറ്റി ലിവർ ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്നുണ്ട്. കാരണം ഇത് നമ്മൾ കൂടുതലായിട്ടും കാർബോഹൈഡ്രേറ്റ്, അതിൽ തന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. റിഫൈൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാണ് എന്താണ് റിഫൈൻഡ് എന്ന് വെച്ചാൽ നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിൽ മൈദ വരും. ഇപ്പോൾ ഉപയോഗിക്കുന്ന ആട്ട പോലും അത് തന്നെയാണ്. റവയൊക്കെ അതിനകത്താണ് വരുന്നത്. അതായത് ധാന്യങ്ങളുടെ ബ്രാൻ എടുത്ത് കളഞ്ഞതിന് ശേഷം പോളിഷ് ചെയ്ത് വരുന്ന എല്ലാം ഈ ഒരു റിഫൈൻഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗമാണ് ഈ ഒരു ഫാറ്റി ലിവർ സാധാരണക്കാരിൽ പോലും കുഞ്ഞുങ്ങളിൽ പോലും ഉണ്ടാവാനായിട്ട് കാരണമായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആൽക്കഹോളിസം കാരണമുണ്ടാകുന്ന ഫാറ്റി ലിവറാണ് സിറോസിസിലേക്ക് കൂടുതലായിട്ടും പോകുന്നതും അതുപോലെ തന്നെ ലൈഫ് ത്രെട്ടനിങ് ആവുന്നതും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആക്ടേഴ്സ്, സുപ്രസിദ്ധരായിട്ടുള്ള ആളുകൾ ഈ ഒരു ആൽക്കഹോളിസം കാരണം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡേഞ്ചർ തന്നെയാണ് ഫാറ്റി ലിവർ. ഈ ഒരു ആൽക്കഹോളിസം കാരണം ഉണ്ടായി സിറോസിസിലേക്ക് പോയി ഉണ്ടാകുന്ന ഡെത്ത് എന്ന് പറയുന്നത്. ഫാറ്റി ലിവറിൻ്റെ തുടക്കത്തിൽ ബ്ലോട്ടിംഗ് ഒക്കെ ആയിരിക്കും അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ബോഡി ഇച്ചിങ് ഉണ്ടാവും, കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുണ്ടാവും, വോമിറ്റിംഗ് സെൻസേഷൻസ് ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളാണ് തുടക്കക്കാർക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റ് ചിലപ്പോൾ കുറയാം. അതുപോലെ ലെതാർജി, വീക്കായിട്ട് ക്ഷീണം, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യാം. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നവർക്ക് വരുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. കാർബോഹൈഡ്രേറ്റ്, അന്നജം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആയിട്ട് വിഘടിക്കാറുണ്ട്. ഈ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റായിട്ടാണ്. അത് ലിവറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ട് വരുന്ന ഈ ഒരു ഗ്ലൂക്കോസ് ലിവറിൽ സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റി ലിവർ ആയിട്ടും പാൻക്രിയാസിലേക്ക് പോകുമ്പോൾ അവിടെ ഡയബറ്റീസ് ആയിട്ടും യൂട്രസ് ജനൈറ്റൽ ഏരിയയിലൊക്കെ പോയിട്ട് അത് ജനൈറ്റൽ ഏരിയയിലൊക്കെ പോയി അവിടെ അത് അടിഞ്ഞുകൂടുന്ന സാഹചര്യത്തിൽ PCOD, ഫൈബ്രോയിഡ് അങ്ങനത്തെ പ്രോബ്ലംസ് ആയിട്ട് മാറും. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു അധികമായിട്ട് എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഇവിടെ പ്രശ്നമാവുന്നത്. ഇനി ആദ്യം ഞാൻ പറഞ്ഞൊരു 7 മെത്തേഡ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഡീടോക്സ് ഡ്രിങ്ക് കുടിക്കണം എന്നാണ്. ഞാൻ ഈ ഡീടോക്സ് ഡ്രിങ്ക് മുമ്പും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് നിങ്ങൾ മിൻറ്റ്, ലെമൺ, ഇഞ്ചി ഇതാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെക്ക് ഒരു ചെറിയ സ്ലൈസ് ഇട്ട് ഓവർനൈറ്റ് അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അത് കുടിക്കുക എന്നുള്ളതാണ്. ഇതൊരു 10 ദിവസം ചേർത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ഒരുവിധം ഡീടോക്സിഫിക്കേഷൻ നടക്കും. ഒരു 15 ദിവസം വരെ ചെയ്യുക. അതിനുശേഷം ഗ്യാപ്പ് എടുത്തതിന് ശേഷം മാത്രം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് നാൾ ഒരു ഹെർബ് അല്ലെങ്കിൽ ഒരു റെമഡി നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുക. ഇനി അടുത്തത് കാർബ് കട്ട്, കംപ്ലീറ്റ് കാർബ് കട്ടാണ്.
ഫാറ്റി ലിവർ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ, ഡയബറ്റീസ് ഫേസ് ചെയ്യുന്നുണ്ടോ, PCOD ഫേസ് ചെയ്യുന്നുണ്ടോ, കംപ്ലീറ്റ് കാർബ് കട്ട്, കാർബ് വേണ്ട, അതായത് കഴിക്കുന്ന അരി ആഹാരം കംപ്ലീറ്റ് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റ് മിക്കുള്ള ആളുകൾക്കും ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നൊക്കെ അല്ലെങ്കിൽ പ്രോട്ടീൻസിൻ്റെ ഇപ്പോൾ ധാന്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് മതിയാവും. അപ്പോൾ ഒരു കാലയളവ് വരത്തേക്കും നിങ്ങൾ ഈ ഒരു കാർബ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് നോക്കുക. ചില ആളുകളിൽ പ്രശ്നം ഉണ്ടാവും, അവരത് ചെയ്യേണ്ടതില്ല. എന്നാലും ഒട്ടുമിക്ക ആളുകൾക്കും പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടുതൽ പ്രോട്ടീനും ഫൈബറും ഹെൽത്തി ഫാറ്റും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാവുന്നതാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഒരുപാട് പേഷ്യൻസ് അത്തരത്തിൽ ഡയറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ പറഞ്ഞത് റിഫൈൻഡ് ഓയിൽസ് ഉപയോഗിക്കരുതെന്നാണ്. റിഫൈൻഡ് ഓയിൽസിൽ വരുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ ഇപ്പോൾ അധികം ഉപയോഗിക്കാറില്ല. എന്നാൽ സൺഫ്ലവർ ഓയിലാണ് ഈ മയോണൈസ് ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതിന് പകരം നിങ്ങൾ കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ബട്ടർ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗുഡ് ഫാറ്റ് ആഡ് ചെയ്യണം എന്നാണ് അടുത്തത് പറയാനുള്ളത്. അതിനകത്ത് അവക്കാഡോ വരുന്നുണ്ട്, ബട്ടർ വരുന്നുണ്ട്, ഒലിവ് ഓയിൽ വരുന്നുണ്ട്, തേങ്ങാപ്പാൽ വരുന്നുണ്ട്, കേർഡ് വരുന്നുണ്ട്, തൈര് വരുന്നുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏത് വേണമെങ്കിലും ആൾട്ടർനേറ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഗുഡ് ഫാറ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചാൽ ഫാറ്റ് കൂടുതലല്ലേ ചെയ്യുന്നതെന്ന്. ഇത് ഗുഡ് ഫാറ്റാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഇതൊരു കൃത്യമായിട്ടുള്ള അളവിൽ കുറഞ്ഞ എമൗണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി ഉപയോഗിക്കുക. അടുത്തത് GH പാക്കാണ്. കിഡ്നി ഏരിയ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. നമ്മുടെ വയറിനെ 9 ക്വാഡ്രേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ റിബിന് അടിയിൽ വരുന്ന ഭാഗമാണ് ഞാനിവിടെ കൊടുക്കുക. ആ ഭാഗത്തായിട്ട് നിങ്ങൾ ഹോട്ട് ബാഗ് വെച്ചതിന് ശേഷം അതിന് പുറത്ത് റാപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗത്ത് അതിനെ ഒന്ന് കെട്ടി നിർത്തുക. ഒരു ടവൽ വെച്ചിട്ട് ഒന്ന് ഉറപ്പിച്ച് നിർത്തുക. 20 മിനിറ്റ് ഇത് ഫോളോ ചെയ്യുക. ലിവറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ്. ഇതിന് ഗ്യാസ്ട്രോ ഹെപ്പാറ്റിക് പാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് കൃത്യമായിട്ട് ചെയ്യുക. അടുത്തത് ബീട്രൂട്ട് ജ്യൂസ് ആണ്. ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം ബീട്രൂട്ട് ജ്യൂസ് അടുപ്പിച്ച് കുടിക്കുക. ലിവർ ഡീടോക്സിഫിക്കേഷൻ നടക്കാനായിട്ടാണ്. അതിനുശേഷം ഗ്യാപ്പ് എടുക്കുക. 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കൃത്യമായിട്ട് കുടിച്ചിരിക്കുക. നല്ല ഒരു ഡീടോക്സിഫിക്കേഷൻ ഉണ്ടാവാനായിട്ടാണ്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എക്സസൈസിൻ്റെ കാര്യം നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഏത് എക്സസൈസ് ആണോ നിങ്ങൾക്ക് പറ്റുന്നത്, നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുക. അതിപ്പോൾ ജമ്പിങ് ആവാം, സ്വിമ്മിങ് ആവാം, റണ്ണിങ് ആവാം, വാക്കിംഗ് ആവാം, നിങ്ങൾക്ക് ഏതാണോ, ഡാൻസിങ് ആവാം, നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് ചെയ്യുക. 1-2 റെമഡീസ് കൂടി പറയാം. അതിലൊന്നാണ് ഇത് ഡീടോക്സ് ഡ്രിങ്ക് എന്ന് പറയുന്ന അയമോദകം, കരിഞ്ചീരകം, ഉലുവ. ഇത് ഒരേ അളവിൽ പൊടിച്ച് വെച്ചിരുന്ന് ഒരു 10 ദിവസം നിങ്ങൾ വാം വാട്ടറിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് കുടിക്കുന്നത് ഈ ലിവർ ഡീടോക്സിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാം ലൈം വാട്ടർ, ഒരു 4 o'clock ഡ്രിങ്ക് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഹെർബൽ ടീ പോലെ വാം ലൈം വാട്ടർ. വാം വാട്ടറിനകത്ത് ലൈം ഒന്ന് സ്ക്യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും വാം ലൈം വാട്ടർ. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വെളുത്തുള്ളി വളരെ നല്ലതാണ്, ചീര നല്ലതാണ്. അതുപോലെ തന്നെ ഗ്രീൻ ടീയും മഞ്ഞളും ഒക്കെ ഈ ഒരു ഫാറ്റി ലിവർ ഫേസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യുന്നത് യൂസ്ഫുള്ളാണ്. ഫ്രൂട്ട്സിൻ്റെ ഗണത്തിൽ ആപ്പിള്, ഗ്രേപ്സ്, വാട്ടർമെലൺ ഇത്രയാണ് ഇവർക്ക് ഉപയോഗമായിട്ട് വരുന്നത്. പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം, ഒരു 3rd to 4th സ്റ്റേജ് ഫാറ്റി ലിവറൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ റോ ഫുഡ് അധികം കഴിക്കാതിരിക്കുക. ഫ്രൂട്ട്സ് ആയാലും അവോയ്ഡ് ചെയ്യുക. എന്തെങ്കിലും ക്രേവിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കഴിക്കാവുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ കൂടുതലായിട്ടും ബോയിൽഡ് വെജിറ്റബിൾ, സ്റ്റീംഡ് വെജിറ്റബിൾ ആ ഒരു ഗണത്തിലേക്ക് മാറുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോട്ടീനും ബോയിൽഡ് വെജിറ്റബിൾസും ആയിരിക്കണം നിങ്ങളുടെ ഫുഡ്. 2, 3, 4 ആ ഒരു ഫേസിലൊക്കെ ജോണ്ടിസ് ഒക്കെ ഉള്ളവർ, ബിലിറുബിനൊക്കെ കൂടുതലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൻ്റെ അളവ് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് റോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഡയറ്റ് എന്ന് പറയുന്ന പേരിൽ ചിലപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വേസ്റ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ലിവറിന് പ്രോബ്ലം ഉള്ള ആളുകൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. റോ ഡയറ്റ് എപ്പോഴും നല്ലതാവണം എന്നില്ല ഇത്തരം ആളുകളിൽ. അതുപോലെ തന്നെ ഫ്രൂട്ട് ഡയറ്റ് നല്ലതാവണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ്, അതുപോലെ തന്നെ നല്ല ഫാറ്റ്, അതുപോലെ ബോയിൽഡ് സ്റ്റീംഡ് വെജിറ്റബിൾസ് ആണ് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്, സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാറ്റി ലിവർ ഒരു 2 ആഴ്ച 1 monthൽ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടുക തന്നെ ചെയ്യും. നമുക്ക് അത്രയും കൂടുതൽ റിസൾട്ട് ഉള്ളതാണ് ഈ ഒരു ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ 7 കാര്യങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങളുടെ ഫാറ്റി ലിവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഫാറ്റി ലിവറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.